പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ എതിരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയുടെ മേൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് നമ്മുടെ പരിശുദ്ധ പിതാവിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. കരുണയുടെ പിതാവ് എന്നാണല്ലോ പരിശുദ്ധ പിതാവ് അറിയപ്പെട്ടിരുന്നത്. ആ വലിയൊരു കരുണയുടെ സമൃദ്ധി നൽകി ദൈവം പിതാവിന്റെ ആത്മാവിനെ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ കരുണയാൽ സ്വർഗത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ പിതാവിന് ഇടയാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ദൈവകരുണയുടെ നൊവേനയുടെ 5-ാമത്തെ ദിവസത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കാം. നമുക്കറിയാം, ഈ 9 ദിവസങ്ങളിൽ ഈശോ തന്റെ അരികിലേക്ക് അനേകം ആത്മാക്കളെ, ഈശോയുടെ വിശ്വാസത്തെ പുലർത്തി ജീവിക്കുന്ന ആത്മാക്കള്, അകന്നു കഴിയുന്ന ആത്മാക്കള്, ഈശോയെ അറിയാത്ത ആത്മാക്കള്, ഇനി വേർപിരിഞ്ഞു പോയ മക്കള്, ഭിന്നിച്ചിരിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും ഈശോ തന്റെ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ വേണ്ടി പോരും. ഈശോയുടെ കരുണ എന്ന് പറഞ്ഞാല് വേറൊന്നുമില്ല, അത് ഈശോയെ തന്നെ നമുക്ക് തരാനും ഈശോയിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കാനുമുള്ള ദൈവിക പദ്ധതിയാണ് ദൈവത്തിന്റെ കരുണ. ഈശോ പാപം ഏറ്റെടുത്തത്, കുരിശിൽ മരിച്ചത്, ജീവൻ അർപ്പിച്ചത്, ദിവ്യകാരുണ്യമായിട്ട് മാറിയത് എന്തിനാ? നമ്മുടെ കൂടെയായിരിക്കാൻ. അതിലേറെ നമ്മൾ ഈശോയുടെ കൂടെയായിരിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യമാണ് മക്കളെ, ഈശോയുടെ കൂടെ ഈശോയിൽ ഐക്യപ്പെട്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 23-ാം വചനം പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. ദൈവത്തിന്റെ ആഗ്രഹമുണ്ടോ? യോഹന്നാൻ 3:16 നമുക്കറിയാം, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവരും നശിച്ചു പോകാതെ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഏകജാതനെ അങ്ങോട്ട് തരുക. അപ്പൊ നമ്മൾ എന്തുണ്ട്? ഏകജാതനെ സ്വീകരിക്കണം. ഏകജാതനെ സ്വീകരിക്കണമെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ, വചനങ്ങൾ പാലിക്കണം. സ്നേഹിച്ച് സ്വീകരിക്കാൻ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരണം. ഇതാണ് കരുണയുടെ വലിയ സന്ദേശം. ദൈവമായ കർത്താവ് തന്നെ നമുക്ക് തരാ മക്കളെ, അത് അറിഞ്ഞ് സ്വീകരിക്കണം. നമ്മൾ ഇന്ന് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങളൊക്കെ കർത്താവിനെ സ്വന്തമാക്കി, കർത്താവിനെ സ്വീകരിച്ച്, നൽകപ്പെട്ട രക്ഷകനാകുന്ന യേശുവിനെ സ്വീകരിച്ച്, അത് ഇന്ന് ഓർത്തേക്കത് എന്ത് കരുണ മക്കളെ, എന്ത് അനുഗ്രഹ. ആ ഈശോയെ സ്വീകരിച്ച, അതാണ് ഈശോ പറഞ്ഞ്, നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, കർത്താവിനെ അന്വേഷിക്കുക, അപ്പോ അതോടൊപ്പം എല്ലാം നൽകപ്പെടും. അപ്പൊ നമുക്ക് വേണ്ടത്, ശരിക്കും ഓർത്തോ, നമുക്ക് വേണ്ടത് മക്കളെ ഈശോ ആണ്, ഈശോയാണ്. കാരണം നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ പിതാവ് നൽകിയത് ഈശോയാണ് മക്കളെ. അതുകൊണ്ട് ഞാനിപ്പോ എന്നോട് വിളിക്കുന്ന എല്ലാ അമ്മമാരോടും അപ്പന്മാരോടും ഞാൻ പറയും, നിങ്ങള് കൊച്ചങ്ങൾക്ക് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാതെ, പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ, വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ, വീട്ടു പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ, പോയിട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ, നിങ്ങൾ ശരിക്കുമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്റെ കൊച്ചിന് ഈശോയെ കിട്ടണം, എന്റെ കൊച്ച് ഈശോയെ സ്വീകരിക്കണം. നൽകപ്പെട്ട കരുണ
നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ പഠിക്കും, പ്രാർത്ഥിക്കും, അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കും, വലിയ അഭിഷേകം ജീവിക്കും, പാപത്തിൽ നിന്ന് മാറും, ലഹരിയിൽ നിന്ന് മാറും, കൂട്ടുകെട്ടിൽ നിന്ന് മാറും, തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് വിടും. കർത്താവിന് കിട്ടിയ എല്ലാം ശരിയോ? പക്ഷെ ഇന്ന് നമ്മുടെ ആൾക്കാരും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറൊന്നുമില്ല. അത് മാത്രമല്ല, ഈശോയെ ലഭിക്കാനുള്ള വലിയൊരു ആഗ്രഹമാണ്. അതാണ് ഈ കരുണയുടെ വലിയ സന്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഈശോയെ നശിച്ചു പോകാതെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങയെ തന്നെയാണല്ലോ ഞങ്ങൾക്ക് നൽകിയ, അങ്ങയെ സ്വീകരിക്കുവാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ. അതിനുവേണ്ടി മാനസാന്തരപ്പെടാനും പശ്ചാത്തപിക്കാനും ഈശോയെ സ്വീകരിക്കാനും വേണ്ട വലിയൊരു മനസ്സ് അത് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ കൊടുക്കണമേ. ഞങ്ങളുടെ മക്കൾ അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കട്ടെ. ഹൃദയം തുറന്ന് ഈശോയെ സ്വീകരിക്കാനിടയായാൽ ഞാൻ പറയും, നമ്മുടെ മക്കൾ പഠിക്കും, ജയിക്കും. ഒരു തിന്മയുടെ അടിമത്തിൽ ഇനി കഴിയത്തില്ല. അവർ ചാടി രക്ഷപ്പെട്ടു പോരും. കർത്താവ് അവർക്ക് രക്ഷ കൊടുക്കും. നശിച്ചു പോകാതെ രക്ഷപ്പെടാൻ ഈശോയെ തന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം എത്രയോ വലുത് മക്കൾ. നമ്മളിന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാനെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ ഒരു ടോക്ക് തന്നെ ഇടുന്നുണ്ട്. അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോയി യഥാർത്ഥ രക്ഷ നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ മക്കൾ, ഏറ്റവും വലിയ കരുണ മനസ്സിലാക്കാതെ പോയ ദൈവത്തിന്റെ മക്കൾ, ഏറ്റവും വലിയ രക്ഷ മനസ്സിലാക്കാതെ പോയ ദൈവമക്കൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി നടക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അനുഗ്രഹം ഈ കർത്താവ, നമ്മുടെ കൃപ ഈ കർത്താവ, നമ്മുടെ രക്ഷ ഈ കർത്താവ. ഈ കർത്താവ ചങ്കുകുത്തി തുറന്ന് അവസാനത്തിൽ രക്തവും ജലവും ഒഴുക്കിക്കൊണ്ട് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ ഈശോയോട് ഐക്യപ്പെടുത്താൻ, നമ്മിൽ ഈശോ വന്ന് നിറയാൻ അതുപോലെ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യ കാരുണ്യമായിട്ട് മാറിക്കൊണ്ട് ഈ കരുണ നമുക്ക് നൽകുന്നത്. അത് സ്വീകരിച്ചാൽ, സ്വീകരിക്കേണ്ട പോലെ സ്വീകരിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം നൽകപ്പെടും. മക്കളെ, ഈ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാല സന്നിധിയിൽ ഈ 4-ാം ദിനത്തിന്റെ നൊവേനയിലും ലുത്തിനിയായാലും ഒക്കെ നമ്മുടെ കുടുംബത്തെയും ജീവിതങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമെന്ന് കരുണയുടെ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അഭിഷേകം ഈശോയെ സ്വന്തമാക്കി, ഈശോയെ നേടിയെടുത്ത് ഈശോയിൽ ഐക്യപ്പെട്ട് വളരാനുള്ള വലിയ ഭാഗ്യം, വലിയ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയാൻ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാല നിങ്ങൾ ഒറ്റയ്ക്ക് ചെല്ലുക. നമ്മൾ ലുത്തിനിയായിലൂടെ പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടാണല്ലോ അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് അങ്ങ് നിറച്ചു നൽകിയത്. അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ, അങ്ങയോട് ഐക്യപ്പെടുവാൻ, അങ്ങയിൽ ഒന്നായിത്തീരുവാൻ, ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് ആ വലിയ കരുണയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളോട് തിരുമനസ്സായല്ലോ. അങ്ങയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അങ്ങയെ സ്വന്തമാക്കി അങ്ങയിൽ ജീവിക്കുന്ന കൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ അങ്ങയിൽ നിന്ന് വളരുന്ന മക്കളായിട്ട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും മാറുവാൻ ഞങ്ങൾക്ക് എത്രയോ വലിയ ഭാഗ്യമാ ലഭിച്ചിരിക്കുന്നത്. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങയിലാണ് വളരുന്നതെങ്കിൽ, ഞങ്ങളുടെ മക്കള് അങ്ങയിലാണ് വളരുന്നതെങ്കിൽ, ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങുണ്ടെങ്കിൽ, ഞങ്ങളുടെ മക്കൾ അങ്ങയെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ മക്കളൊക്കെ എന്തായി തീർന്നേന്. കർത്താവേ, ആ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ നൊവേനയുടെ 5-ാം ദിനത്തില് കർത്താവെ അങ്ങയുടെ തിരുഹിത പ്രകാരം ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ഈ 5-ാം ദിവസത്തിലെ നൊവേനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ളവര്, കത്തോലിക്ക സഭയിൽ നിന്നും വേറെ പിരിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ കഠിന വേദനയുടെ സമയത്ത് എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും, അതായത് എൻ്റെ സഭയെ അവർ കീറി മുറിച്ചു. അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം ഇല്ലാതാവുകയും ചെയ്യും.
സഭയിൽ നടന്നു പോയ മക്കളെ ഓർത്ത് ഈശോ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഈശോയിൽ ഒന്നായി ജീവിക്കുന്ന മക്കൾക്ക് എങ്ങനെ ഭിന്നിച്ച് കഴിയാൻ പറ്റും? മക്കളെ, ഈ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് വേണം. നമ്മൾ ഈശോയിൽ ഒന്നായിരിക്കണം. കൈത്തൊണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയെ പോലെ, ഒരു വൃക്ഷം പോലെ ഒരുമിച്ച് നിൽക്കണം. അതാണ് കർത്താവിന്റെ തിരുമനസ്. അതുകൊണ്ട് തന്നെ ഈശോ വേദനയോടെ പറയാ, വേർപിരിഞ്ഞു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ മക്കളെയും സഭാ വിഭാഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഐക്യത്തിലും സ്നേഹത്തിലും വരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം സഭയ്ക്കുള്ളിൽ തന്നെ ഭിന്നിച്ചും കലഹിച്ചും വേർപെട്ടും കഴിയുന്ന, വേർപിരിഞ്ഞും കഴിയുന്ന ഒത്തിരി മക്കൾ നമ്മുടെ സീറോ മലബാർ സഭയിൽ കണ്ടില്ലേ? ഒത്തിരി ഭിന്നതകള്. അത് കർത്താവിനെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. സഭയിലെ എല്ലാ വിഭാഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണ ഈ മക്കളെ സൗഖ്യപ്പെടുത്തട്ടെ, സ്നേഹത്തിൽ ഐക്യപ്പെടുത്തട്ടെ, വലിയ കൂട്ടായ്മയില് കർത്താവിൽ ഒന്നായി തീരട്ടെ. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, നന്മയുടെ ഉറവിടമേ, അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ. വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ. സഹതാപപൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. പകരം അവർക്ക് അവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇടയാകട്ടെ. നിത്യനായ പിതാവേ, വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരങ്ങളെ നിരസിച്ച് മനഃപൂർവം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ. അവരുടെ പരാജയങ്ങളെ അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമൃദ്ധമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ. അങ്ങയുടെ മഹനീയമായ കരുണയെ പാടിപ്പുകഴ്ത്തുവാൻ അവരെയും അങ്ങ് സവിധത്തിലേക്ക് അടുപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ ലുത്തിനിയായിലൂടെ ഞങ്ങളുടെ പേര് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണ സഭയിൽ നടന്നു പോയ എല്ലാ മക്കളുടെ മേലും സഭയ്ക്കുള്ളിൽ തന്നെ ഭിന്നിച്ചു കഴിയുന്ന എല്ലാ ഭിന്നത അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയാല് സ്നേഹത്തിലും ഐക്യത്തിലും അറിയപ്പെടുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് കരുണയുടെ ലുത്തിനിയായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കളെയും ഈശോയോട് ചേർന്ന് ഈശോയിൽ ഐക്യപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്നുള്ള നിയോഗത്തോടെ നമുക്ക് ഈ കരുണയുടെ ലുത്തിനിയെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകവിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, എല്ലാവരും ചേർന്ന് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അളവില്ലാത്ത രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു.
ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദിസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യമാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വർദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ പറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സു തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന് രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ. ഞങ്ങളുടെ മക്കൾ എപ്പോഴും അങ്ങയോട് ചേർന്ന് അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചു. ഒരു കോട്ടയുടെ ഉള്ളിൽ എന്ന പോലെ അങ്ങേ തിരുഹൃദയത്തിൻ്റെ ഉള്ളില് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ സഭാ വിഭാഗങ്ങളെയും സഭയിൽ തന്നെയുള്ള വിഘടിച്ചു നിൽക്കുന്ന ഭിന്നിച്ചിരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളെയും കർത്താവിൻ്റെ ഈ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിനുള്ളിൽ സ്നേഹത്തിൽ, ഐക്യത്തിൽ, ശാന്തതയിൽ, ആ ഹൃദയത്തിന്റെ സ്നേഹത്തിൽ, കരുണയിൽ ജീവിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. നമുക്ക് അതിനുവേണ്ടി കർത്താവിന്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ ഞങ്ങൾ കേൾക്കണമേ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കരുണയുടെ സംരക്ഷണവും ആശീർവാദവും എന്നും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും മക്കളുടെ നിയോഗങ്ങൾക്കായി കർത്താവിന്റെ കരുണയെ യാചിച്ചുകൊണ്ടും അവിടുത്തെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയിൽ ഒന്നായി തീർന്ന് അങ്ങയിൽ ഐക്യപ്പെട്ട് എല്ലാ മക്കളും ജീവിക്കട്ടെ. അങ്ങയെ സ്വന്തമാക്കി നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, എല്ലാ സഭാവിഭാഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.